Hi friends, welcome to Aeroten's World. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ടെൻഡയുടെ 4G ലൈറ്റ് സീരീസിൽ വരുന്ന 4G03 റൗട്ടറിൻ്റെ അൺബോക്സിംഗ് ആൻഡ് കോൺഫിഗറേഷൻ വീഡിയോ ആണ്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമുക്ക് ഈ റൗട്ടറിൻ്റെ നോക്കുന്ന അൺബോക്സ് ചെയ്യാം. ഇത് N300 സീരീസിൽ വരുന്ന 4G ലൈറ്റ് റൗട്ടറാണ്. 4G ലൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ സിമ്മും ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. ഈ ബോക്സിൻ്റെ ഓവർവ്യൂയിലേക്ക് നോക്കാം. ഇത് Huaweiയുടെ 4G വൈഫൈ ഹോട്ട്സ്പോട്ട് ഡിവൈസ് ആണ്. ഇത് നമുക്ക് ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ട്രാവലിംഗ് പർപ്പസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇൻബിൽഡ് ആയിട്ട് ബാറ്ററി ഉണ്ട്. സോ നമുക്കത് ചാർജ് ചെയ്തിട്ട് നമുക്ക് ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യാം. ഇതും പറഞ്ഞ പോലെ എല്ലാ സിമ്മും സപ്പോർട്ട് ചെയ്യുന്ന ഒരു 4G വൈഫൈ ഹോട്ട്സ്പോട്ടാണ്. ഇതിനകത്ത് ഇൻബിൽഡ് ബാറ്ററി ഉള്ളത് കാരണമാണ് നമുക്ക് ട്രാവലിംഗ് പർപ്പസിന് വേണ്ടി. നമ്മുടെ ടെൻഡയുടെ സീരീസിൽ വരുന്നത് നമുക്ക് ഹോം പർപ്പസിനും ബിസിനസ് പർപ്പസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള റൗട്ടറാണ്. ഓക്കെ, നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിനകത്ത് വരുന്ന ഇതിൽ നമുക്കൊരു യൂസർ മാനുവൽ വരുന്നുണ്ട്. ക്വിക്ക് ഇൻസ്റ്റലേഷൻ ഗൈഡാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് LED ഇൻഡിക്കേറ്റേഴ്സ് കാണാൻ പറ്റും. ബോട്ടം സൈഡിലായിട്ടാണ് നമുക്ക് സിം ഇൻസർട്ടിങ് ആയിട്ടുള്ള പോർട്ടുള്ളത്. ഇതിൻ്റെ പോർട്സിൻ്റെ ഓവർവ്യൂവിലേക്ക് നമുക്ക് വരാം. ബാക്ക് സൈഡിൽ ഓൺ ഓഫ് സ്വിച്ചും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിൻ്റെ കൂടാതെ നമുക്ക് ഈ ബോക്സിൽ വരുന്നത് അതിൻ്റെ കൂടെ വരുന്ന 9 വോൾട്ടിൻ്റെ പവർ അഡാപ്റ്ററും, പിന്നെ ഇതിനകത്ത് വരുന്നൊരു ഇഥർനെറ്റ് കേബിൾ വരുന്നുണ്ട്, നമുക്ക് കോൺഫിഗറേഷന് വേണ്ടിയുള്ളതാണ്. പിന്നെ സിം ട്രേസ് വരുന്നുണ്ട്. നമുക്ക് മൾട്ടി ടൈംസ്, അതായത് നാനോ സിമ്മും മൈക്രോ സിമ്മും നമുക്ക് ഇതിനകത്ത് ഇൻസർട്ട് ചെയ്യാനുള്ള ട്രേയും ഇതിനകത്തൂടെ വരുന്നുണ്ട്. നമുക്ക് പോർട്സിൻ്റെയും ബോക്സിൻ്റെ ഇൻറ്റേർണൽ കണ്ടൻറ്റിൻ്റെയും ഒന്ന് ഓവർവ്യൂ നോക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതിനെ തുടർന്നുള്ള വീഡിയോകൾ കിട്ടുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഇൻസ്റ്റലേഷൻ നോക്കാം. ഇൻസ്റ്റലേഷനായി ഞാനിവിടെ ജിയോയുടെ ഒരു സിമ്മാണ് എടുത്തിട്ടുള്ളത്. ജിയോയുടെ 4G സിമ്മാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ആ സിമ്മ് വരുന്നതിനനുസരിച്ച് നാനോ ആണോ മൈക്രോ ആണോ നോക്കിയിട്ട് ആ സിമ്മ് ട്രെയിൽ നമുക്കത് പ്ലഗ് ഇൻ ചെയ്താൽ മതിയാവും. ജസ്റ്റ് ആ സിം എടുത്തിട്ട് നമുക്ക് അതിനകത്ത് വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതി, അത് അതിൽ ഫിക്സ് ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. സിം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ മൈക്രോ സിമ്മോ നാനോ സിമ്മോ നോർമൽ സിമ്മോ നമുക്ക് എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ട്രെയിൽ അത് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിവൈസിൻ്റെ ബാക്ക് സൈഡിലുള്ള സ്ലോട്ടിൽ ഇത് ജസ്റ്റ് ഒന്ന് പ്ലഗ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഇൻസർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് റിമൂവ് ചെയ്യാനാണെങ്കിലും അതുപോലെ തന്നെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ മതിയാവും. അത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. ഓക്കെ, സിം ഇൻസർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് പവർ അഡാപ്റ്റർ കണക്ട് ചെയ്യുക. ഓക്കെ, ഇതിൽ പറഞ്ഞ പോലെ ബാക്കിൽ 2 LAN പോർട്ട്സ് വരുന്നുണ്ട്. ഒരു LAN പോർട്ടും ഒരു WAN പ്ലസ് LAN പോർട്ടുമാണ് വരുന്നത്. അത് LAN പോർട്ട് നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിലോ ഡെസ്ക്ടോപ്പിലോ നമുക്ക് കണക്ട് ചെയ്ത് ഇത് കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. WAN പോർട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറോ ഉണ്ടെങ്കിൽ നമുക്കതിനെ കണക്ട് ചെയ്ത് വൈഫൈ റൗട്ടറായിട്ട് ഇതിനെ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്കിതൊന്ന് പവർ ഓൺ ചെയ്യാം. പവർ ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഫ്രണ്ടിലെ LED പവർ LED നമുക്ക് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് റേഞ്ചാണ്, നമ്മുടെ 4G റേഞ്ചാണ് ഈ കാണിക്കുന്നത്. പിന്നെ വൈഫൈയുടെയും ഇഥർനെറ്റ് കേബിളിൻ്റെയും ലൈറ്റ് അവിടെ ഉണ്ട്, LED ലൈറ്റ് അവിടെ ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നമുക്ക് ഈ ഡിവൈസ് ഒന്ന് കോൺഫിഗർ ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക. തുടർന്നുള്ള വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യാം. നമുക്കിതിൻ്റെ കോൺഫിഗറേഷനിലേക്ക് പോകാം. ഓക്കെ, അതിനായി നമ്മുടെ ബ്രൗസർ ഏതെങ്കിലും ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തതിന് ശേഷം tenda4G03 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സെറ്റപ്പ് വിസാർഡാണ്. ജസ്റ്റ് നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിക്കുമ്പോൾ അതിലുള്ള നമ്മൾ ഇൻസർട്ട് ചെയ്തിരിക്കുന്ന സിമ്മിൻ്റെ സെറ്റിംഗ് അത് ഓട്ടോമാറ്റിക് എടുത്തോളും. അത് ഓട്ടോമാറ്റിക് സെറ്റിങ്സ് ആണ്.
അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ വൈഫൈ സെറ്റിങ്സ് ഇവിടെ കൊടുക്കാം. SSID പാസ്വേഡ് നമുക്ക് കൊടുത്ത് ലോഗിൻ പാസ്വേഡ് കൊടുത്ത് സെറ്റ് ചെയ്യാം. ഈ ഇൻ്റർഫേസിൽ എനിക്ക് ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ പാസ്വേഡ് ഫീൽഡ്സ് ഹിഡൻ അല്ല. അതുകൊണ്ട് ഇത് കോൺഫർ ചെയ്യുമ്പോഴത്തേക്കും സെക്യൂർലി വേയിലായിരിക്കും കോൺഫർ ചെയ്യേണ്ടത്. പിന്നെ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന പാസ്വേഡ് എന്ന് പറഞ്ഞാൽ ടെമ്പററി പാസ്വേഡാണ്. നിങ്ങൾ എപ്പോഴും കൊടുക്കുമ്പോൾ കോമ്പൾസറി പാസ്വേഡ് തന്നെ കൊടുക്കുക. അതാണ് നമ്മുടെ സെക്യൂരിറ്റി പർപ്പസിന് നല്ലത്. ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ കോൺഫിഗറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡാഷ്ബോർഡ് കാണുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്റ്റാറ്റസാണ്. അതിൽ നമ്മൾ വൈഫൈ SSID മുകളിലായിട്ട് കാണിക്കുന്നുണ്ട്. എത്ര ഡിവൈസ് നമ്മളിതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഓൺലൈൻ ഡിവൈസ് സ്റ്റാറ്റസും ഇവിടെ കാണിക്കുന്നതാണ്. അടുത്തായി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കോൺഫിഗറേഷനിൽ പോകാം. ഇൻ്റർനെറ്റ് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇൻ്റർനെറ്റ് സെറ്റിംഗ് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻസും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് സിം നമ്മൾ അതിനകത്ത് അതിൻ്റെ സെറ്റിങ്സും അവിടെ വരുന്നുണ്ട്. പിന്നെ വരുന്നത് വൈഫൈ സെറ്റിങ്സ് ആണ്. വൈഫൈ സെറ്റിങ്സിൽ ഈ പറഞ്ഞതുപോലെ വൈഫൈയുടെ SSID കോൺഫിഗറേഷനും ഷെഡ്യൂളിംഗാണ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് ചാനൽ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. നമുക്ക് ഫുൾ ബാൻഡ് വിഡ്ത്തിലും BGN നെറ്റ്വർക്കിലും നമുക്കിത് ഓട്ടോ സ്വിച്ച് ചെയ്ത് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അടുത്തതായി വൈഫൈ നൈമും പാസ്വേഡുമാണ്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അടുത്ത സിം, ഇതിനകത്ത് നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്തുണ്ട്. ഗസ്റ്റ് നെറ്റ്വർക്ക് നമുക്ക് വേണമെങ്കിൽ എനേബിൾ ചെയ്യാം, ഇല്ലെങ്കിൽ ഇതിനെ ഡിസേബിൾ ചെയ്ത് തന്നെ ഇടുക. പാരന്റ് കൺട്രോൾ നമ്മൾ എത്ര ഡിവൈസ് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. അടുത്ത VPN ആണ്. ഇത് സ്മോൾ ഒരു 4G ലൈറ്റ് സീരീസിൽ നമ്മൾ VPN കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രോഡ്ബാൻഡിലാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഇതിനകത്ത് VPN PPT സെർവറോ എന്താണ് നമുക്ക് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് യൂസർ നെയിം പാസ്വേഡ് കൊടുത്താൽ മതിയാവും. അടുത്തത് വരുന്ന അഡ്വാൻസ് കോൺഫിഗറേഷനാണ്. അഡ്വാൻസ് കോൺഫിഗറേഷൻ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. മൊബൈലിനകത്ത് നമുക്ക് ഡേറ്റ ലിമിറ്റ് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ബാൻഡ് വിഡ്ത്ത് കൺട്രോൾ നമുക്ക് കണക്ട് ചെയ്യുന്ന ഡിവൈസിന് നമുക്ക് അപ്ലോഡും ഡൗൺലോഡും ബാൻഡ് വിഡ്ത്ത് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ഓപ്പറേഷൻ മോഡ് ഇത് 3G 4G റൗട്ടറാണോ അല്ലെങ്കിൽ വയർലെസ് റൗട്ടർ മോഡിലോട്ടോ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളിപ്പോൾ സിമ്മാണ് യൂസ് ചെയ്യുന്നത് 3G 4G മോഡിലാണ് നമ്മൾ ഇടുന്നത്. ടെൻഡ വൈഫൈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഉണ്ട്. അത് നമുക്ക് ഈ സെറ്റിംഗ് എനേബിൾ ചെയ്തതിനു ശേഷം QR കോഡ് സ്കാൻ ചെയ്താൽ മതി, നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. സ്ലീപ്പ് മോഡ് വേണമെങ്കിൽ മാത്രം എനേബിൾ ചെയ്യുക, ഇല്ലെങ്കിൽ സ്ലീപ്പ് മോഡ് നമുക്ക് കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്ത LED കൺട്രോളാണ്. നമ്മുടെ ഡിവൈസിൻ്റെ ഫ്രണ്ടിൽ കണ്ട LED കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. ഷെഡ്യൂൾ ചെയ്തിട്ട് നൈറ്റിലൊക്കെ നമുക്ക് 24/7 ഓൺ ആണെങ്കിൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നൈറ്റിലെ LED ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ആവും. മാക് ഫിൽറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് പർട്ടിക്കുലർ നമുക്ക് സ്റ്റാറ്റിക്കായിട്ട് ഇപ്പോൾ ക്യാമറയോ DVR-ഓ NVR-ഓ ഉണ്ടെങ്കിൽ അതിൻ്റെ മാക് അഡ്രസ്സ് നമുക്കത് സ്റ്റാറ്റിക്കായിട്ട് IP കോൺഫിഗറേഷന് വേണ്ടിയാണ്. അത് പറഞ്ഞാൽ വീട്ടിൽ ക്യാമറയോ DVR-ഓ ഉണ്ടെങ്കിൽ നമുക്കത്, ഇപ്പോൾ ഒരു സ്മാർട്ട് TV ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ IP നമുക്ക് അതിനകത്ത് സ്റ്റാറ്റിക്കായിട്ട് കോൺഫിഗർ ചെയ്ത് വയ്ക്കാം. ഫയർവാൾ ബേസിക് ഫയർവാളാണ്, അത് എനേബിൾ ചെയ്ത് തന്നെ വിളിക്കുക. സ്റ്റാറ്റിക് റൗട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് പർട്ടിക്കുലർ ഏതെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റാറ്റിക് റൗട്ട് ചെയ്ത് നാറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. DDNS ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. DDNS സ്റ്റോപ്പ് ചെയ്ത് തന്നെ വയ്ക്കുക, ഡിസേബിൾ ചെയ്ത് തന്നെ വയ്ക്കുക. DMS കൺട്രോൾ ഈ പർട്ടിക്കുലർ ഒരു പോർട്ടിൽ ക്യാമറയൊക്കെ കണക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ പോർട്സ് എല്ലാം നമുക്ക് ഒരു പർട്ടിക്കുലർ DVR-ലോട്ട് പോയിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ IP കൊടുക്കുക, ആ DVR-ൻ്റെ IP കൊടുത്തിട്ട് സേവ് ചെയ്യും. അപ്പോൾ നമുക്ക് എക്സ്റ്റേണൽ ആക്സസ് ചെയ്യാൻ പറ്റും. ക്യാമറയും DVR-ഒക്കെ എക്സ്റ്റേണൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. ആൻറ്റിനാസ് ഇതിനകത്ത് ഇൻറ്റേർണൽ ആൻറ്റിനാസും എക്സ്റ്റേണൽ ആൻറ്റിനാസും ഉണ്ട്. ഇൻറ്റേർണൽ ആൻറ്റിന നമ്മൾ യൂസ് ചെയ്യുന്നത് 3G 4G നെറ്റ്വർക്കിനാണ്. എക്സ്റ്റേണൽ ആൻറ്റിന ഈ പറഞ്ഞ വൈഫൈക്കാണ് യൂസ് ചെയ്യുന്നത്. ഇതല്ലാതെ നമുക്ക് എക്സ്റ്റേണൽ ആൻറ്റിന കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസാണ് കാണിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്കത് ഓപ്ഷനല്ല. പിന്നെ വരുന്നത് ലാൻഡ് സെറ്റിങ്സ് ആണ്. ലാൻഡ് സെറ്റിംഗ് നമുക്ക് DSCP കോൺഫിഗറേഷന് വേണ്ടിയാണ് വരുന്നത്. അതിൻ്റെ ലീസ് ടൈമും കാര്യങ്ങളുമാണ് അവിടെ സെറ്റ് ചെയ്യേണ്ടി വരുന്നത്.
ഇത് DHCP റിസർവേഷനാണ്. ഞാൻ പറഞ്ഞതുപോലെ നേരത്തെയുള്ള ക്യാമറയ്ക്കോ TV-ക്കോ NVR-നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് IP റിസർവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ആ IP അതിനകത്തുനിന്ന് ആ പർട്ടിക്കുലർ ഡിവൈസിനായിരിക്കും IP സപ്ലൈ ചെയ്യുന്നത് എപ്പോഴേ ഡിവൈസ് ഓൺ ആയാലും. ലോഗിൻ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫേംവെയർ അപ്ഡേറ്റ്. ഏത് ഡിവൈസ് വന്നാലും നമ്മൾ ഫസ്റ്റ്ലി കോൺഫിഗർ ചെയ്യുമ്പോൾ ആ ഡിവൈസിനെ ഒന്ന് ഫേംവെയർ അപ്ഡേറ്റ് ചെയ്ത് വയ്ക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് കമൻറ്റ് ചെയ്യുക. അതിനോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്തും കൊടുക്കുക. തുടർന്നുള്ള വീഡിയോ കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയും ചെയ്യുക. നമുക്കിതിൻ്റെ സ്പീഡ് ടെസ്റ്റ് ഒന്ന് നോക്കാം. സ്പീഡ് ടെസ്റ്റ് ഈ പറഞ്ഞതുപോലെ ഞാൻ യൂസ് ചെയ്യുന്ന ജിയോയ്ക്ക് വളരെ റേഞ്ച് കുറവുള്ള സ്ഥലമല്ല, എന്നാൽ പോലും ഒരു 5 to 6 Mbps റേഞ്ച് കിട്ടുന്നതാണ്. എനിക്കത് ഫുൾ ത്രൂട്ട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.